കൺഫ്യൂഷൻസിൻ്റെ രസകരമായ ഒരു കഥയുണ്ട്. ഇപ്പോൾ കൺഫ്യൂഷൻസ് സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട്, സന്യാസി കുട്ടികൾ. അപ്പോൾ അതിലൊരാൾ ഭയങ്കര ബുദ്ധിമാനായ ഒരാൾ. അപ്പോൾ ഈ കുട്ടി കാര്യഗൗരവമുള്ള, എല്ലാ കാര്യത്തിലും ഏത് കാര്യവും പെട്ടെന്ന് പഠിക്കുന്ന ഈ കുട്ടി ഭയങ്കര ബ്രില്യൻ്റാണ്. പക്ഷേ ഇവനൊരു കുഴപ്പമുള്ളത്, ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ഈ ദേഷ്യക്കാരനായതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ആരുടെയെങ്കിലൊക്കെ തല്ലു വാങ്ങാതെ ഇയാൾക്ക് ഉറക്കം വരില്ല. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇയാൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം കൂടി ഇയാളെ ചേർന്നങ്ങ് പഞ്ഞി കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് കുട്ടി മൊത്തം ചുണ്ടൊക്കെ പൊട്ടി, 2 പല്ലൊക്കെ പോയി കൺഫ്യൂഷൻസിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, സാർ ഇതൊരു സ്കൂളല്ലേ, ഇവിടെ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കൺഫ്യൂഷൻസ് ഇയാളെ ഇങ്ങനെ നോക്കി, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പല്ലുണ്ട്? അപ്പോൾ പറഞ്ഞു, എനിക്ക് 32 പല്ലുണ്ടായിരുന്നു, അതിൽ 2 എണ്ണം ഇപ്പോൾ പോയി, 2 എണ്ണം ഒരു 4 വർഷം മുമ്പേ പോയി. അപ്പം കൺഫ്യൂഷൻ തിരിച്ചു ചോദിച്ചു, ആ സ്കൂളിലുള്ള ഏറ്റവും പ്രായമുള്ള ഒരു മോങ്കുണ്ട്, അയാളുടെ പേര് ചോദിച്ചു, അയാൾക്ക് എത്ര പല്ലുണ്ട് എന്നറിയോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അയാൾക്കിപ്പോൾ ഒരു 2 പല്ലോ മറ്റോ പോയിട്ടുണ്ട്. അപ്പം കൺഫ്യൂഷൻ ഇയാളോട്, ഈ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര നാവുണ്ട്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരു നാവ്. മറ്റേ മോങ്കിന് എത്ര നാവുണ്ട്? മോങ്കിനും ഒരു നാവുണ്ട്. എന്നിട്ട് കൺഫ്യൂഷൻസ് പറഞ്ഞു, ഈ നാവ് ഒന്നിനെയും ദ്രോഹിക്കുന്നില്ല. വളരെ ബോൾഡായിട്ട് നിന്ന നിങ്ങളുടെ പല്ലുകൾ നിങ്ങളുടെ നാവിനെ പലവട്ടം വേദനിപ്പിച്ചിട്ടുണ്ട്, പലവട്ടം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും മുറിവേൽപ്പിക്കാതെ വഴങ്ങി ഫ്ലെക്സിബിളായി നിൽക്കുന്ന നാവ് എല്ലാ പല്ലും പോയാലും അവസാനം വരെ നിലനിൽക്കും. ഇതാണ് കൺഫ്യൂഷൻസിൻ്റെ കഥ. വളരെ ഉറച്ച് ബോൾഡായി നമ്മൾ എന്തിനേയും അഹങ്കാരത്തോടെ, എന്തിനോടും കടുപ്പത്തോടെ സമീപിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇല്ലാതായി പോകും. എന്നാൽ ഒരു നാവ് പോലെ നല്ലത് മാത്രം സംസാരിച്ച് നമ്മൾ വളരെ വിനയത്തോടു കൂടി മറ്റാരെയും വേദനിപ്പിക്കാതെ സ്വന്തം വേദനകളൊക്കെ ഏറ്റുവാങ്ങി ജീവിച്ചാൽ ഒടുവിൽ നമ്മൾ കൂടുതൽ കാലം നിലനിൽക്കും, നമ്മൾ സന്തോഷത്തോടെ കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യും.